ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയുടെ റിലീസ് സമയത്ത് ആ പടത്തിന്റെ കഥയുടെ കോംപ്ലിക്കേഷനുകളെ കുറിച്ച് സംസാരം വന്നൊരു സമയത്ത് അതിന്റെ സംവിധായകനായിട്ടുള്ള ക്രിസ്റ്റഫർ നോളൻ വന്നിട്ട് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് അദ്ദേഹം ആ കഥയെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്തത് എന്നതിനെ പറ്റി പറഞ്ഞിരുന്നു. അതായത് ഒരു അച്ഛൻ മകൾക്ക് കൊടുത്ത വാക്ക് പാലിക്കുന്നു എന്നൊരു ഇമോഷണൽ എലമെന്റ് ആണ് ഇന്റർസ്റ്റെല്ലാർ എന്ന സിനിമയുടെ സോൾ എന്ന് പറയുന്നത്. സംഭവം ബ്ലാക്ക് ഹോളും മറ്റ് സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികളും ആ സിനിമയ്ക്ക് വളരെ ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം കൊടുക്കുന്നുണ്ടെങ്കിലും ആ സിനിമ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നതിന്റെ ഒരു പ്രധാന കാരണം അതിലെ ഈ ഒരു ഇമോഷണൽ ജേണിയാണ്. കഥയുടെ ഒരു സെറ്റിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇന്റർസ്റ്റെല്ലാർ ട്രാവൽ വരുന്ന ഒരു സിനിമയാണ് ഫിൽ ലോർഡും ക്രിസ്റ്റഫർ മില്ലറും ഒരുക്കിയിട്ടുള്ള ഏറ്റവും പുതിയ സൈഫൈ ഫാന്റസി ആയിട്ടുള്ള പ്രൊജക്ട് ഹെയിൽ മേരി. പക്ഷേ ഇവിടെയും നോളൻ സിനിമയ്ക്ക് സമാനമായ രീതിയിൽ ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷനാണ് സിനിമ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന സംഗതിയാണ് ഇവിടത്തെ ആ ഒരു ഇമോഷൻ. കേന്ദ്ര കഥാപാത്രത്തിന്റെ സവിശേഷതകൾ കൊണ്ട് ഹ്യൂമറിന് സിനിമയിൽ നല്ല പ്രാതിനിധ്യം ലഭിക്കുന്നുണ്ട്. അതും മറ്റു ചില എലമെന്റുകളും ഫലപ്രദമായി ഉപയോഗിച്ചിട്ട് വളരെ ഹൃദ്യമായ ഒരു അനുഭവം തരുന്ന സിനിമയാണ് പ്രൊജക്ട് ഹെയിൽ മേരി. സമീപ ഭാവിയിൽ ഭൂമിക്കെല്ലാം ഊർജ്ജം തരുന്ന നമ്മുടെ സൂര്യൻ ഒന്ന് ഡിമ്മാകും. ടെമ്പറേച്ചർ വല്ലാതെ കുറയുന്നത് ഭൂമിയെ മൊത്തത്തിൽ ബാധിക്കും. സയന്റിസ്റ്റുകൾ അവരുടെ പ്രയത്നത്തിലൂടെ ഇതിന് കാരണം ആസ്ട്രോഫെജ് എന്നൊരു മൈക്രോ ഓർഗാനിസം ആണെന്ന് കണ്ടുപിടിക്കും. എന്നാൽ അവരുടെ കണ്ടെത്തലിൽ ലോകത്ത് പല സ്റ്റാറുകൾക്കും ഈ ഒരു പ്രശ്നം വന്നെങ്കിലും ടൗ സെറ്റി എന്നൊരു സ്റ്റാറിൽ മാത്രം പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാവും. ടൗ സെറ്റിയുടെ പ്രത്യേകത മനസ്സിലാക്കാൻ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നറിയാത്തൊരു സൂയിസൈഡ് മിഷനായിട്ട് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ ഡോക്ടർ റയലാൻ ഗ്രേസും മറ്റ് രണ്ടുപേരും അങ്ങോട്ട് പോകുന്നതും ആ യാത്രയിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ആന്റി വെയർ എഴുതിയിട്ടുള്ള ഇതേ പേരിലുള്ള നോവലിന്റെ അഡാപ്റ്റേഷനാണ് ഈ സിനിമ. ഇദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു പുസ്തകം സിനിമയാക്കിയതാണ് ദി മാർഷ്യൻ. മാർഷ്യൻ എന്ന സിനിമ നമ്മൾ നോക്കുകയാണെങ്കിൽ സംഭവം ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിലൂടെ സെൽഫ് ഡിസ്കവറി നടത്തുന്നു എന്നൊരു ആംഗിൾ ആ കഥയ്ക്ക് ഉണ്ടെങ്കിലും അതിലെ അഡ്വഞ്ചറുകളാണ് ഒരർത്ഥത്തിൽ ആ സിനിമയെ ഒരു ഫൺ എക്സ്പീരിയൻസ് ആക്കി മാറ്റുന്നത്. നമ്മുടെ നായകൻ ഒരു ഏലിയനെ ഔട്ടർ സ്പേസിൽ വെച്ച് കണ്ടുമുട്ടുന്നതും ആ സൗഹൃദത്തിൽ ഉണ്ടാകുന്ന തമാശകളും കാര്യങ്ങളും ഒക്കെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ ഫൺ എലമെന്റുകൾ ക്രിയേറ്റ് ചെയ്യാനുമാണ് പ്രൊജക്ട് ഹെയിൽ മേരിയും ശ്രമിക്കുന്നത്. സ്പേസ് എക്സ്പ്ലോറേഷന്റെ കുറച്ചുകൂടെ ഡീപ്പർ ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഇത് പോകുന്നുണ്ട്. സംഗതി സർവൈവൽ സ്റ്റോറി ആണെങ്കിലും ഒരു മേജർ ലെയർ വരുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നത് തന്നെയാണ്. ഇമോഷണൽ ബീറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയുടെ ഡ്രാമ തന്നെയാണ് ഇവിടെയും ഉള്ളത്. പക്ഷെ ഒട്ടും പരിചയമില്ലാത്ത പശ്ചാത്തലമുള്ളതുകൊണ്ട് പുതിയ തരം ന്യൂആൻസസുകൾ കഥയിലേക്ക് കൊണ്ടുവരാൻ അവരെ അത് സഹായിക്കുന്നുണ്ട്. അത് പലപ്പോഴും വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൊമെന്റുകളും ഉറക്കെ ചിരിപ്പിക്കുന്ന മൊമെന്റുകളും സിനിമയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരത്തിൽ സ്വല്പം സയൻസ് ഹെവി ആയിട്ടുള്ള സിനിമകൾ ഒരുക്കുമ്പോൾ ഉള്ള ഒരു പ്രധാന ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിൽ സാധാരണക്കാരന് ഇതിന്റെ ബേസിക് ശാസ്ത്രം മനസ്സിലാക്കി കൊടുക്കണം. എന്നാൽ കഥാപാത്രങ്ങൾ അവർക്ക് വേണ്ടി അത് പരത്തി പറയുന്നത് പോലെ തോന്നാനും പാടില്ല. ഡ്രൂ ഗൊദാർദിന്റെ തിരക്കഥ ആ ഒരു കാര്യം സമർത്ഥമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് ഭാഗങ്ങളിൽ ഡോക്ടർ ഗ്രേസ് അവിടുത്തെ സെക്യൂരിറ്റി ആയിട്ടുള്ള കാൾ എന്ന ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കാൾ ഒരു സാധാരണക്കാരനായതുകൊണ്ട് അവിടെയും എക്സ്പ്ലനേഷനും കോമഡിയും ഒരുപോലെ കൊണ്ടുവരാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. തൃപ്തികരമായ രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് അവർക്ക് കൺവിൻസിംഗ് ആയിട്ട് എടുക്കാൻ പറ്റുമോ എന്ന് സംശയം തോന്നിയ ഒരേ ഒരു ഏരിയ ഇതിൽ ഗ്രേസും ഏലിയൻ ആയിട്ടുള്ള റോക്കിയും തമ്മിലുള്ള ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. പക്ഷേ ഈ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ പരിപാടി അത്ര പെർഫെക്റ്റ് ആക്കാതെ കഥ മുന്നോട്ട് പോകെ അത് പെർഫെക്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സംഗതിയൊക്കെ കാണിച്ച് ഇത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് എന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു ലാംഗ്വേജുമായിട്ട് സിനിമ തീരാനാവുമ്പോഴേക്കും നമ്മൾ പൊരുത്തപ്പെടുന്നുമുണ്ട്. റോക്കി പറയുന്ന ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെന്റ് മുതലായ വാക്കുകൾ ചില സ്ഥലത്തൊക്കെ ഒരുമാതിരി പഞ്ച് ഡയലോഗിന്റെ ഫീലും തരുന്നുണ്ട്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് അടക്കം പല സംഗതികളും ഇത്തരത്തിലുള്ള ഒരു ആശയത്തെ നമ്മൾ ഊഹിക്കാൻ സാധ്യതയുള്ളതിന് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു പ്രൊജക്ട് വളരെ എക്സൈറ്റിംഗ് ആക്കിയ മറ്റൊരു ഘടകം എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ സ്ക്രീനുകൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഷൂട്ട് ചെയ്യാൻ ഇവർ തീരുമാനിച്ചു എന്ന ഫാക്ടറായിരുന്നു. ഈ പടത്തിൽ റയാൻ ഗോസ്ലിംഗ് പെരുമാറുന്ന സ്പേസ് ഷിപ്പിനുള്ളിലുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും റിയൽ ആണ്. അത് വിഷ്വലുകളുടെ ഒരു ഒത്തന്റിസിറ്റി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. പെർഫോമൻസും ഒരു പരിധിവരെ റിയൽ ആയിട്ട് തോന്നാൻ അത് സഹായിക്കുന്നുമുണ്ട്. ജെയിംസ് ഓട്ടിസും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 5 പേരും ചേർന്ന് കൺട്രോൾ ചെയ്ത ഒരു പപ്പറ്റ് ആയിരുന്നു ഇതിലെ ഏലിയൻ ആയിട്ടുള്ള റോക്കി. റിയൽ ആയ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഇന്നത്തെ വിഷ്വൽ എഫക്ട്സ് കൂടുതലുള്ള ഫിലിം മേക്കിങ്ങിൽ കിട്ടാത്തൊരു ഭംഗി അവരുടെ ഫ്രണ്ട്ഷിപ്പ് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു. ആ സൗഹൃദം കുറച്ചുകൂടെ റിയൽ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഹ്യൂമർ എന്നത് ഈ സിനിമയുടെ ഒരു ഇന്ധനം തന്നെയാണ്. ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഡോക്ടർ ഗ്രേസിനോട് റോക്കി പറയുമ്പോഴുള്ള അങ്ങേയറ്റം വൾണറബിൾ ആയിട്ടുള്ള മൊമെന്റിലും ഹ്യൂമർ നിലനിർത്തുന്ന ചില ഡയലോഗുകൾ സിനിമയെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഒരു കോംപ്ലിമെന്റ് കൊടുത്താൽ അത് സ്വീകരിക്കാൻ മടിയുള്ള തരം നമ്മുടെ ഹീറോയുടെ ഒരു ബേസിക് നേച്ചർ ഫ്ലാഷ് ബാക്ക് പോർഷനുകളിലും സിനിമയെ ഹ്യൂമറസ് ആക്കുന്നുണ്ട്. സ്പേസ് ഷിപ്പിനുള്ളിലുള്ള പല കാര്യങ്ങളും കാണിക്കുന്നതിന് ഒരു ഹാൻഡ് ഹെൽഡ് അപ്രോച്ചാണ് സിനിമാറ്റോഗ്രാഫി സ്വീകരിക്കുന്നത്. ആ സൗഹൃദം കുറച്ചുകൂടെ ഇന്റിമേറ്റ് ആക്കാൻ ഈ ഒരു അപ്രോച്ച് സിനിമയെ സഹായിക്കുന്നുണ്ട്.
ഔട്ടർ സ്പേസിലെ വിഷ്വലുകളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ സ്റ്റാറ്റിക് സ്വഭാവമുള്ള ട്രീറ്റ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. സൈലന്റ് ആയിട്ടുള്ളതോ മഫിൾഡ് ആയിട്ടുള്ളതോ ആയ സൗണ്ട് ഡിസൈൻ നമ്മളെയും ആ ഒരു ട്രാങ്ക്വിലിറ്റി സ്പേസിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇമോഷണൽ മൊമെന്റുകളിൽ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തെ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. റൈലാൻഡ് ഗ്രേസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് റയാൻ ഗോസ്ലിംഗ് ആണ്. പുള്ളിയുടെ ഫിൽമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമർ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഫാക്ടർ പുള്ളിയെ ഇതിന്റെ ഏറ്റവും അനുയോജ്യനായ കാസ്റ്റിംഗ് ചോയ്സ് ആക്കി മാറ്റുന്നുണ്ട്. ഇതിൽ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ട് ഒരുപക്ഷെ ഉണ്ടാവുക സ്വല്പം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഈ ക്യാരക്ടറിന്റെ വൾണറബിൾ മൊമെന്റ്സ് ഹ്യൂമർ ലെയർ വിടാതെ അവതരിപ്പിക്കുക എന്ന ഏരിയയിലായിരിക്കും. അത് റയാൻ ഗോസ്ലിംഗ് നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സാൻഡ്ര ഹുള്ളർ ആണ് ഡോക്ടർ ഗ്രേസിനെ ഈ പ്രൊജക്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഇവ സ്ട്രാറ്റിന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ക്രീൻ ടൈം താരതമ്യേന കുറവാണെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളിൽ ഒതുക്കി വെക്കുന്ന ആ ഒരു ക്യാരക്ടറിന്റെ രീതി അവർ ഭംഗിയായിട്ട് തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇമോഷണൽ എലമെന്റുകളും സയൻസും നോക്കുമ്പോൾ പലയിടത്തും ഈ സിനിമയ്ക്ക് ഇന്റർസ്റ്റെല്ലാറുമായിട്ട് ഒരു സാമ്യം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ ഒരു കോൺസെപ്റ്റിന്റെ ഫൺ ഫാക്ടറിലേക്കാണ് ഇവിടെ കഥ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ സിനിമകൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഇമ്പാക്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റഫർ നോളന്റെ സിനിമ തന്നെയാണ് ഇപ്പോഴും ഒരു പടി മുകളിൽ. ഫിലിം 4 ആയിട്ടുള്ള സിനിമയാണിത്. അതുകൊണ്ട് തന്നെ സാധ്യമായിട്ടുള്ളവർ പ്രീമിയം ലാർജ് സ്കെയിൽ ഫോർമാറ്റിൽ ഐമാക്സിലോ എപ്പിക്കിലോ പോയി തന്നെ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. സ്പേസ് സീക്വൻസ് എല്ലാം ഗംഭീരമാണ്. ഇന്റർസ്റ്റെല്ലാർ പോലെ ഒരു സിനിമ ദ മാർഷ്യന്റെ ഹ്യൂമർ സെറ്റിംഗിൽ കാണുന്നത് പോലത്തെ ഒരു രസകരമായ അനുഭവമാണ് ആകെ മൊത്തത്തിൽ പ്രൊജക്ട് ഹെയിൽ മേരി. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്